നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൻ്റെ എക്കാലത്തെയും മികച്ച ഇതിഹാസങ്ങളിൽ ഒരാളാണ് റൗൾ ഗോൺസാലസ്. റയലിൻ്റെ അക്കാദമിയായ ലാ ഫാബ്രിക്കയിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു താരം കൂടിയാണ് റൗൾ ഗോൺസാലസ്. റയൽ മാഡ്രിഡിനു വേണ്ടി അദ്ദേഹം ആകെ 741 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 323 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. റയലിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ മൂന്നാമത്തെ താരവും റൗൾ ഗോൺസാലസ് തന്നെയാണ്. നിലവിൽ റയലിൻ്റെ അക്കാദമി ടീമായ കാസ്റ്റില്ലയെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും മികച്ച അക്കാദമി റയൽ മാഡ്രിഡിൻ്റേതാണ് എന്നാണ് റൗൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മാഡ്രിഡിൻ്റെ യൂത്ത് അക്കാദമി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ അവസരം അർഹിക്കുന്നുണ്ട്. മറ്റു പല ക്ലബ്ബുകളിലും ഇന്ന് നമ്മളത് കണ്ടിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച അക്കാദമി അതിപ്പോൾ റയലിൻ്റേതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് ഫസ്റ്റ് ടീമിനോടൊപ്പം അവരുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി പല ടീമുകൾക്ക് വേണ്ടിയും അവർ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇതാണ് റൗൾ ഗോൺസാലസ് തൻ്റെ താരങ്ങളെക്കുറിച്ച് അഥവാ തൻ്റെ അക്കാദമിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മുൻപ് ഒരുപാട് ഇതിഹാസങ്ങൾ റയൽ മാഡ്രിഡിൻ്റെ അക്കാദമിയിലൂടെ വളർന്നു വന്നിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് അക്കാദമി താരങ്ങൾക്ക് വേണ്ടത്ര ഒരു അവസരം അതല്ലെങ്കിൽ പ്രാധാന്യം റയൽ മാഡ്രിഡ് നൽകാറില്ല. അക്കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കേൾക്കാറുമുണ്ട്. ഈയിടെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ അസൻസിയോയെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അദ്ദേഹം ആരാധകരുടെ കയ്യടി നേടുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.